പലതരത്തിലുള്ള വിചിത്രമായ ക്ഷേത്രങ്ങളെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. നാം കേട്ടിട്ടുള്ളവയിൽ നിന്നെല്ലാം വിഭിന്നവും ഏറെ വിചിത്രവും വ്യത്യസ്തവുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ക്ഷേത്രം. കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമെന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന അതേ ആശ്ചര്യമാണ് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും വിഗ്രഹ ദർശനത്തെക്കുറിച്ചും അറിയുമ്പോൾ നമുക്കുണ്ടാകുന്നത്. തീരത്ത് നിന്നും 1.5 കിലോമീറ്റർ അകലെ കടലിനടിയിലാണ് ഈ അത്ഭുത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ കോലിയാക്ക് എന്ന സ്ഥലത്താണ് കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുത ക്ഷേത്രമുള്ളത്. നിഷ്കളങ്കേശ്വർ ക്ഷേത്രം അഥവാ നിഷ്കളൻ മഹാദേവ് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം തീരത്തു നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ്. കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദിവസത്തിൽ 6 മണിക്കൂർ മാത്രമേ പുറത്ത് കാണാനാകൂ. അല്ലാത്ത സമയങ്ങളിൽ കടൽ ജലം വന്ന് മൂടുന്ന ഇവിടം ശൈവവിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. നിഷ്കളൻ മഹാദേവ് അല്ലെങ്കിൽ നിഷ്കളങ്കേശ്വർ എന്നാണ് ഇവിടുത്തെ ശിവനെ അറിയപ്പെടുന്നത്. പാപങ്ങളെല്ലാം കഴുകി തങ്ങളെ ശുദ്ധരാക്കിയതിനാലാണ് ഇങ്ങനെയൊരു പേര് ലഭിച്ചത്. ദിവസത്തിൽ 6 മണിക്കൂറോളം സമയം മാത്രമേ ഈ അത്ഭുത ക്ഷേത്രം പുറത്തു കാണാനും സന്ദർശിക്കാനും കഴിയൂ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വേലിയിറക്കത്തിന്റെ സമയം നോക്കിയാണ് കടലിലൂടെ കാൽനടയായി സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്തുന്നത്. വേലിയിറക്ക സമയത്ത് മാത്രമേ വെള്ളമിറങ്ങി പ്രതിഷ്ഠയും വിഗ്രഹങ്ങളും കാണാനാകൂ. എല്ലാ ദിവസവും ക്ഷേത്രം സന്ദർശിക്കാമെങ്കിലും അമാവാസി ദിവസങ്ങളിലെ സന്ദർശനത്തിനാണ് ഭക്തർ മുൻതൂക്കം കൊടുക്കുന്നത്. നിഷ്കളങ്കേശ്വരന്റെ സന്നിധിയിൽ ചിതാഭസ്മ നിമജ്ജനം ചെയ്താൽ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നുമുള്ള ഒരു വിശ്വാസമുണ്ട്. ഇതനുസരിച്ച് ചിതാഭസ്മം ഇവിടുത്തെ കടലിലൊഴുക്കി വിടാനായി ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. തീരത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെ ക്ഷേത്രം സ്ഥാപിച്ചതിന് പിന്നിൽ നിരവധി കഥകളും പ്രചാരത്തിലുണ്ട്. അതിലേറ്റവും പ്രശസ്തമായത് പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രത്തിലെ സ്വയംഭൂവായ 5 ശിവലിംഗങ്ങളും ഈ കഥയെ ശരിവയ്ക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ കൗരവന്മാരെ പരാജയപ്പെടുത്തിയ പാണ്ഡവർക്ക് സഹോദരന്മാരെ കൊല ചെയ്തതിൽ അതിയായ വിഷമമുണ്ടായി. പാപപരിഹാരത്തിനായി മാർഗമന്വേഷിച്ച് കൃഷ്ണന്റെ അടുത്തെത്തിയ ഇവർക്ക് കൃഷ്ണൻ ഒരു കറുത്ത കൊടിയും കറുത്ത പശുവിനെയും നൽകി. എന്നിട്ട് അതിനെ പിന്തുടരാൻ പറഞ്ഞു. പശുവും കൊടിയും വെളുത്ത നിറത്തിലാകുമ്പോൾ തെറ്റിന് പരിഹാരമുണ്ടാകുമെന്ന് കൃഷ്ണൻ പറഞ്ഞത്രേ. ദിവസങ്ങൾ അങ്ങനെ അലഞ്ഞ പാണ്ഡവർ ഒടുവിൽ കോലിയാക്ക് തീരത്തെത്തിയപ്പോൾ കൊടിക്കും പശുവിനും നിറമാറ്റം സംഭവിച്ചു. പിന്നീട് ശിവനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം സ്വയംഭൂലിംഗമായി ഓരോരുത്തരുടെയും മുന്നിൽ അവതരിച്ചു. അമാവാസി നാളിൽ തങ്ങളുടെ മുന്നിൽ അവതരിച്ച ശിവനെ അവർ തീരത്ത് നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ദ്വീപിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമയത്ത് മാത്രമാണ് ഇവിടുത്തെ കൊടിമരത്തിലെ കൊടി മാറ്റി സ്ഥാപിക്കുന്നത്. ഇതുവരെയും കൊടിമരം കടലെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 50,000-ഓളം പേർ കൊല്ലപ്പെട്ട 2001 ഭൂകമ്പത്തിലും ഈ കൊടിമരം ഇതുപോലെ തന്നെ നിന്നുവെന്നാണ് ചരിത്രം. എല്ലാ ദിവസവും ഇവിടെ സന്ദർശിക്കാമെങ്കിലും വേലിയിറക്കത്തിന്റെ സമയം കൂടി കണക്കിലെടുത്ത് വേണം ഇവിടെ എത്താൻ. വേലിയിറക്കത്തിൽ കടൽ ഉള്ളിലേക്ക് വലിയുമ്പോൾ മാത്രമേ ഇവിടേക്ക് സഞ്ചരിക്കാനാകൂ. ശ്രാവണ മാസത്തിലെ അമാവാസി നാളിലാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം നടക്കുന്നത്. ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ കോലിയാക്ക് എന്ന സ്ഥലത്താണ് ഈ അത്ഭുത ക്ഷേത്രമുള്ളത്. ഭാവ്നഗറിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയായാണ് ഈ കോലിയാക്ക് സ്ഥിതി ചെയ്യുന്നത്. ഭാവ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ധാരാളം വാഹനങ്ങൾ കോലിയാക്കിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് എന്നതിനാൽ ഭക്തർക്ക് ഇവിടെ വേഗത്തിൽ എത്തിച്ചേരാനാകും.